നിങ്ങൾ നെബ്രാസ്ക മാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നെബ്രാസ്ക എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്ഥലം, ഒരു പ്രദേശം, അവിടെ നിന്നും കണ്ടെത്തിയതായിരിക്കുന്ന ഒരു ഫോസിൽ. ആ ഫോസിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോസിലൈസ്ഡ് ടൂത്ത് ആണ്, ഒരു പല്ലാണ് കിട്ടിയത്. ആർക്കാ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിയോളജിസ്റ്റ് ആയിട്ടുള്ള ഹെറാൾഡ് കുക്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനാണ് ഈ ഫോസിലൈസ്ഡ് ടൂത്ത് കിട്ടിയത്. അദ്ദേഹം ഇത് കിട്ടിയപ്പോഴേക്കും അദ്ദേഹം കണക്ട് ചെയ്തത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കക്കാരുടെ പൂർവികൻ അല്ലെങ്കിൽ ഒരു ഏൻഷ്യന്റ് ഏപ്പുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്തത്. ഒരു ഏൻഷ്യന്റ് ഏപ്പിന്റെ പല്ല് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് വന്നത്. കാരണം അദ്ദേഹം അന്നത്തെ പ്രസിദ്ധനായിരിക്കുന്ന പാലിയോന്റോളജിസ്റ്റ് ആയിരിക്കുന്ന ഹെൻറി ഫെയർഫീൽഡ് ഓസ്ബോൺ എന്നുമായിട്ട് ബന്ധപ്പെടുക. അദ്ദേഹം ഈ പല്ല് എന്ത് ചെയ്തു? എക്സാമിൻ ചെയ്തു, പഠിച്ചു. അതിനുശേഷം ഡിക്ലെയർ ചെയ്തു ഇതാരാണ്? നോർത്ത് അമേരിക്കക്കാരുടെ പൂർവികൻ, അതായത് ഒരു ഏൻഷ്യന്റ് ഏപ്പ് അതിനെ കണ്ടെത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. അങ്ങനെ ഇദ്ദേഹം ഇത് ഡിക്ലെയർ ചെയ്തതോടുകൂടി ഇത് ഭയങ്കര വാർത്തയായി. അന്നത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ന്യൂസുകളിലൊക്കെ എന്ത് ചെയ്തു? ഇത് പ്രചരിക്കാനായിട്ട് തുടങ്ങി. അന്ന് വലിയൊരു ഡിബേറ്റ് നടക്കുന്ന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിവാദികളും അതുപോലെ തന്നെ പരിണാമവാദികളുമായിട്ട്. കാര്യം വേറൊന്നുമല്ല, അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ നേഷൻ ആയിരുന്നു. അപ്പൊ അമേരിക്കയിലെ സ്കൂളുകളിൽ പരിണാമവാദം പഠിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ കേസ് നടക്കുന്ന സമയമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ നെബ്രാസ്ക മാന്റെ വാർത്ത എന്ത് ചെയ്തു? പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് മുഴുവൻ എന്ത് ചെയ്തു? ഒരു വലിയ വാർത്തയായിട്ട് മാറി എന്നുള്ളതാണ്. കാരണം നോർത്ത് അമേരിക്കക്കാരുടെ മിസ്സിംഗ് ലിങ്ക്, നോർത്ത് അമേരിക്കക്കാരുടെ പൂർവികൻ എന്ത് ചെയ്തു? കണ്ടെത്തി. അതായത് ഒരു ഏൻഷ്യന്റ് ഏപ്പിനെ എന്ത് ചെയ്തു? കണ്ടെത്തി. അദ്ദേഹം ഒരു പേരും കൊടുത്തു, നെബ്രാസ്ക മാൻ എന്നുള്ള പേര്. ഈ ജാവ മാന് കൊടുത്ത പോലെ എന്ത് ചെയ്തു? പേരും കൊടുത്തു, നെബ്രാസ്ക മാൻ എന്നും പറഞ്ഞു. അങ്ങനെ ഇത് ഭയങ്കര വാർത്തയായി. ലണ്ടൻ ന്യൂസൊക്കെ എന്ത് ചെയ്തു? ഈ നെബ്രാസ്ക മാന്റെ ചിത്രം വരെ ഭാവനയിൽ നിന്ന് എന്ത് ചെയ്തു? വരച്ചെടുത്തു. ഭാവന എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ കൃത്യമായിട്ട് ഈ പല്ലിനെ അനലൈസ് ചെയ്തിട്ട് ഈ മനുഷ്യൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്ത് ചെയ്തു? വരപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ചിത്രങ്ങളൊക്കെ വാർത്തകളിലൂടെ പ്രചരിക്കാനായിട്ട് തുടങ്ങി. വാർത്തകളിലൂടെ പ്രചരിച്ചു. അതിൽ ഏറ്റവും രസകരമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെബ്രാസ്ക മാന്റെ പല്ലിൽ നിന്നും നെബ്രാസ്ക മാന്റെ ഭാര്യ എങ്ങനെ ഇരിക്കുമെന്ന് വരെ എന്ത് ചെയ്തു? അവർ വരച്ചെടുത്തു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ എന്ത് ചെയ്തു? ഈ പല്ലിൽ നിന്നും വരച്ചെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ 1927 1927 ആയപ്പോഴേക്കും ഇവര് തന്നെ അവസാനം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ഇതെന്തല്ല, ഇത് ഏൻഷ്യന്റ് ഏപ്പല്ല, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കക്കാരുടെ പൂർവികനൊന്നും അല്ല എന്ന് ഇവര് സമ്മതിക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ ഈ പല്ല് ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ പല്ല് മറ്റാരുടെയല്ല, ഒരു കാട്ടുപന്നിയുടെ പല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു കാട്ടുപന്നിയുടെ പല്ല് വെച്ചിട്ട് ഒരു നെബ്രാസ്ക മാനെ സൃഷ്ടിച്ചു. ആ നെബ്രാസ്ക മാന്റെ വൈഫിനെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ എന്ത് ചെയ്തു? ഇട്ടിച്ചെടുത്തു എന്നുള്ളതാണ്. അവസാനം പൊട്ടി പാളീസായി. എന്താണ്? ഇതൊരു വൈൽഡ് പെക്കറിയുടെ പല്ലാണെന്ന് തെളിഞ്ഞു. നാണം കിട്ടും. ഇതൊരു പരസ്യമായിട്ട് എന്ത് ചെയ്തു? ഇവര് സമ്മതിച്ചു ഇവർക്ക് പറ്റിയ തെറ്റ് എന്താണെന്നുള്ളത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? അതിന്റെ താഴെ ഒരു ന്യായീകരണം കൊടുത്തു. ശാസ്ത്രം തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യും? അത് തിരുത്തു എന്നുള്ളത്. നിങ്ങൾ ഇപ്പോൾ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഗൂഗിളും എന്ത് ചെയ്യും? നൈസായിട്ട് ചേർത്ത് വെക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്? ശാസ്ത്രത്തിന് തെറ്റുപറ്റിയാൽ തിരുത്തും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്, ഈ നെബ്രാസ്ക മാൻ എന്നും പറഞ്ഞ്. മനസ്സിലായോ? അപ്പൊ പരിപാടി തീർന്നല്ലോ. സംഭവിച്ചതായിരിക്കുന്ന ഒരു അമളിയെ എന്ത് ചെയ്യണം? നൈസായിട്ട് എന്ത് ചെയ്യണം? ന്യായീകരിച്ചിട്ട് പോവുകയാണെന്നുള്ളതാണ് സംഭവം. അങ്ങനെ ഒരു പന്നിയുടെ പല്ലിൽ നിന്നും നെബ്രാസ്ക മാൻ എന്ന് പറയുന്ന മനുഷ്യരുടെ പൂർവികനെ, ഒരു ഏൻഷ്യന്റ് ഏപ്പിനെ സൃഷ്ടിച്ച ചരിത്രമാക്കൊണ്ട് ഈ പറഞ്ഞ പരിണാമവാദികൾക്കുണ്ട്, ഈ പാലിയോന്റോളജിസ്റ്റുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓർക്കുക, 1922 മുതൽ 27 വരെയുള്ള 5 വർഷ കാലഘട്ടത്തില് പലരും ഇതിനെ ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തവരുണ്ട്. ഇത് സത്യമാണെന്ന് വിശ്വസിച്ചവരുണ്ട്. അവരൊക്കെ എന്തായി? അവരൊക്കെ മണ്ടന്മാരായി എന്നുള്ളതാണ് വാസ്തവം. ഒരു പന്നിയുടെ പല്ലിന്റെ കഥ എന്ത് ചെയ്തു? എന്തോ വലിയ സയൻസ് ആണെന്നും പറഞ്ഞ് പഠിച്ച ദൗർഭാഗ്യവാന്മാരാണ് എന്ന് അവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയായിരുന്നു ഈ നെബ്രാസ്ക മാന്റെ കഥ എന്ന് പറയുന്നത്. ഞാൻ സയൻസിനെ ഇതിൽ എന്ത് ചെയ്യില്ല, സയൻസിനെ ക്രിട്ടിസൈസ് ചെയ്യില്ല. സയൻസിന്റേതായ രീതിയിലായിരുന്നു പോയിരുന്നെങ്കിൽ അവർക്ക് അപ്പോഴേ തന്നെ മനസ്സിലാകുമായിരുന്നു ഇതെന്താണ് തെറ്റിപ്പോയെന്നുള്ളത്. ഒരു ഏൻഷ്യന്റ് ഏപ്പാണെന്നുള്ള ഒരു മുൻവിധി അതിൽ നിന്നുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് കാണാനായിട്ട് സാധിക്കും. ഏതായാലും സംഗതി നാണം കെട്ടു. ഒരു കാട്ടുപന്നിയുടെ പല്ലിൽ നിന്നും ഒരു നെബ്രാസ്ക മാനെയും നെബ്രാസ്ക മാന്റെ ഭാര്യനെയും സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു ക്രെഡിറ്റ്
ഇവർക്കുണ്ട് എന്നുള്ളതാണ്